നമസ്കാരം. കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രമുള്ള സബ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റിൽപ്പെടുന്ന 43 പേർക്ക് നിയമനം നൽകാൻ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി കഴിഞ്ഞു. 2025 ജൂൺ മാസം 9-നാണ് PSC നടത്തിയ സബ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. 2026 ജൂൺ 9-ന് ഈ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും. ഇതോടെ ഇവർക്ക് ജോലി ലഭിക്കാനുള്ള അവസരം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി സർക്കാർ നീട്ടിയെങ്കിലും ഇവർക്ക് ആ ഒരു ഉത്തരവ് ബാധകമല്ലായിരുന്നു. ഇതോടെയാണ് ഉദ്യോഗാർത്ഥികൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ സമീപിക്കുന്നത്. പരാതിയിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്നും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം നൽകി. ഇതേ തുടർന്നാണ് ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ ഉത്തരവുണ്ടായത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് വനിതാ CPO റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ഉദ്യോഗാർത്ഥികൾ 2025 ഏപ്രിൽ, അതായത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തി. 18 ദിവസത്തോളം നീണ്ടുനിന്ന സമരമായിരുന്നു അത്. തങ്ങൾക്ക് അവകാശപ്പെട്ട അർഹതപ്പെട്ട ജോലി ആവശ്യപ്പെട്ട് മുട്ടിലിഴഞ്ഞ് വ്യത്യസ്തമായ രീതിയിലായിരുന്നു സമരം നടത്തിയത്. റാങ്ക് ലിസ്റ്റ് കാലാവധി തീരും മുമ്പ് നിയമനം നടക്കണമെന്ന ആവശ്യം അന്നത്തെ സർക്കാർ പരിഗണിച്ചില്ല. മന്ത്രിമാരുടെയും ഭരണപക്ഷ നേതാക്കളുടെയും ഭാഗത്തുനിന്ന് അവഗണന നേരിട്ടതായി ഉദ്യോഗാർത്ഥികൾ പരസ്യമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ റാങ്ക് ലിസ്റ്റിൽ ഒന്നും ഉൾപ്പെടാത്ത ബോഡി ബിൽഡർ ചിത്തരഞ്ജൻ നടേശൻ, ഷിനു ചൊവ്വ ഉൾപ്പെടെയുള്ളവർക്ക് നിയമനം നൽകിയത് പിണറായി സർക്കാരിന്റെ കാലത്തായിരുന്നു. ശരീര സൗന്ദര്യ മത്സര ജേതാക്കളായ ഇവർ കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടറായി ലഭിച്ച നിയമനത്തിൽ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു. വൈദ്യപരിശോധനയിൽ അദ്ദേഹത്തിന് ഫ്ലാറ്റ് ഫുട്ട് ഉള്ളതായി കണ്ടെത്തിയതിനെ തുടർന്ന് സേനയിൽ എടുക്കാൻ കഴിയില്ലെന്ന് റിപ്പോർട്ട് നൽകുകയായിരുന്നു. കായികക്ഷമത പരീക്ഷയിലെ മാനദണ്ഡങ്ങൾ മറികടന്ന് സ്പോർട്സ് കോട്ടയിൽ അദ്ദേഹത്തിനും മറ്റൊരു ബോഡി ബിൽഡറായ ഷിനു ചൊവ്വയ്ക്കും നേരിട്ട് നിയമനം നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനം വലിയ വിവാദമായിരുന്നു. ഈ നിയമനത്തിനെതിരെ പോലീസിലെ ഉദ്യോഗസ്ഥർ തന്നെ രംഗത്തെത്തുകയും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിയമനം താൽക്കാലികമായി സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ മെഡിക്കൽ പരിശോധനയിലാണ് ചിത്തരേഷ് നടേശൻ അയോഗ്യനായി മാറിയത്. പിണറായി സർക്കാരിന്റെ അവസാന ഭരണകാലത്ത് ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ പ്രതി ചേർത്തിരിക്കുന്ന അനിൽകുമാറിനെ 2010 നിർത്തലാക്കിയ തസ്തികയിലേക്ക് നിയമിക്കുകയും ചെയ്തിരുന്നു. കമാൻഡിംഗ് ഇൻസ്പെക്ടറായിട്ടാണ് നിയമിച്ചത്. അതും ചട്ടലംഘനമാണ്. അധികാരത്തിൽ വന്ന് 2 ആഴ്ചയ്ക്കുള്ളിൽ ആഭ്യന്തരമന്ത്രി കൃത്യമായി തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതിനൊപ്പം തന്നെ ഇത്തരം പിൻവാതിൽ നിയമനങ്ങൾ തടയാൻ ആഭ്യന്തര വകുപ്പും രമേശ് ചെന്നിത്തലയും കർശന നടപടികളാണ് സ്വീകരിക്കേണ്ടത്.